നമസ്കാരം. മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം. അനിഴം, തൃക്കേട്ട എന്നീ നാളുകളിൽ ജനിച്ചവരുടെ മിഥുനം 17 മുതൽ കർക്കിടകം 15 വരെയുള്ള ജൂലൈ മാസ നക്ഷത്രഫലത്തെ ഇനി പറയുന്നു. ആദ്യം അനിഴം നാളിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു. അനിഴം നാളിന് ജൂലൈ അത്ര ഗുണം പോരാ. ആരോഗ്യനില തൃപ്തികരമായിരിക്കില്ല. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വരാം. വീഴ്ച പറ്റാതെ ശ്രദ്ധിക്കണം. കുടുംബസൗഖ്യവും അത്ര മെച്ചമല്ല. സ്വന്തം സഹോദരനിൽ നിന്ന് തന്നെ ശത്രുതയുണ്ടായേക്കും. അന്യദേശത്ത് വസിക്കുന്നവരിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. പുണ്യക്ഷേത്ര ദർശനവും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകളുടെ സമർപ്പണവും നടത്തും. ശത്രുശല്യമുണ്ടാകും. സർവീസിൽ നിന്നും പിരിയേണ്ട സമയമായവർക്ക് കിട്ടേണ്ട പണത്തിന് തടസ്സങ്ങൾ നേരിടും. കലാകാരന്മാർക്ക് നല്ല സമയമാണ്. മിഥുനം 25, 27 തീയതികൾ നന്നല്ല. കർക്കിടകം 6, 7, 8, 13 തീയതികൾ ശുഭദിനങ്ങളാണ്. അനിഴം നാളുകാർ മകയിരം അര, തിരുവാതിര, പുണർദം നാളുകൾ വരുന്ന ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം. ഇനി തൃക്കേട്ട നാളിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു. തൃക്കേട്ട നാളിന് ജൂലൈ മാസം ഗുണഫലമാണ് കാണുന്നത്. കുടുംബത്തിൽ സമാധാനവും സന്തോഷപൂർണവുമായ അന്തരീക്ഷമുണ്ടാകും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. വളരെ കാലമായി അകന്നു കഴിയുന്ന ബന്ധുജനങ്ങളുമായി സ്നേഹത്തിൽ വർത്തിക്കാൻ അവസരം വന്നു ചേരും. കുടുംബത്തിൽ സന്താന ജന്മത്തിന് ഭാഗ്യം കാണുന്നു. എല്ലാ പ്രവർത്തന മേഖലകളിലും പുരോഗതി ദൃശ്യമാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. മോഷണത്തിനും ചൂഷണത്തിനും വിധേയമാകാതെ സൂക്ഷിക്കണം. മിഥുനം 19, 21, 25, 27 തീയതികളും കർക്കിടകം 7, 8, 9, 12 തീയതികളും നന്നല്ല. കൂടാതെ മകയിരം അര, തിരുവാതിര, പുണർദം 3/4 നാളുകൾ വരുന്ന ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം.